ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് വിജിലൻസ്. ഒന്നാം പ്രതിയാക്കിയ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയേക്കും. ഉദ്യോഗസ്ഥനെതിരെ തെളിവില്ലാത്തതാണ് അന്വേഷണം വഴിമുട്ടിച്ചത്. അരുൺ കൊടുങ്ങൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ഇനി എന്താകും നടപടി? തീർച്ചയായും കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായതായിരുന്നു ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസ്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു. അത് ഇടത് വലത് മുന്നണികൾ അത് കൃത്യമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വിജിലൻസ് ഒരു നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥനെതിരെ യാതൊരു തരത്തിലുള്ള തെളിവുകളും നിലവിലില്ല, കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ വിജിലൻസ് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേസ് ഉപേക്ഷിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നു. FIR-ൽ ഒന്നാമത്തെ പേര് ഈ ഇ.ഡി. ഉദ്യോഗസ്ഥരായ ശേഖർ ബാബുവിൻ്റെ ആയിരുന്നു. ഈ പേര് FIR-ൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ കൂടി ആലോചിക്കുകയാണ് വിജിലൻസ് എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. കാരണം ഒരു വലിയ ചർച്ചയായതായിരുന്നു. വലിയ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വിജിലൻസ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട ഈ ഇടനിലക്കാരും ശേഖർ ബാബുവും തമ്മിലുള്ള ഒരു ഇടപാടുകൾക്ക് ഒരു തരത്തിലുള്ള തെളിവുകളും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ശേഖർ ബാബുവിനെ കേസിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ വിജിലൻസ് നിലവിൽ പോകുന്നത്. മറ്റ് ഇടനിലക്കാരായ ആളുകളെ വെച്ചുകൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലും ഇ ഡിക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികളൊക്കെ തന്നെ തീർത്തിരുന്നു. അത് കൃത്യമായി തന്നെ വിജിലൻസിൻ്റെ നിലവിലുള്ള അന്വേഷണത്തിൽ അതിനൊന്നും കഴമ്പില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനവുമായി വിജിലൻസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തീരുമാനം നിലവിൽ വിജിലൻസ് എടുത്തിരിക്കുന്നത്. വീണ, ഓക്കെ, ശരി.